നമസ്കാരം. ഭാരതീയ സംസ്കാരവും വാർത്താലോകവും കോർത്തിണക്കുന്ന വൃത്തഭാരതി എന്ന മലയാളം ന്യൂസ് ചാനലിലേക്ക് ഞാൻ സ്നേഹ നായർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ഡിസംബർ 19 ഞായറാഴ്ച വൈകിട്ട് പാണ്ഡുരംഗവാടി മോഡൽ ഇംഗ്ലീഷ് സ്കൂൾ അങ്കണത്തിലെ പ്രത്യേകമൊരുക്കിയ ശിവപാർവതി നഗറിൽ വെച്ച് ട്രൂ ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് സൊസൈറ്റിയുടെ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിര ആഘോഷം 2010 സിനിമാ താരം ഊർമിള ഉണ്ണി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പൂന കൈരളി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീ M.V. പരമേശ്വരൻ, പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനായ രാജൻ നായർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി എത്തിയിരുന്നു. ഇതോടനുബന്ധിച്ച് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് കൈകൊട്ടിക്കളിയും അരങ്ങേറുകയുണ്ടായി. കൈകൊട്ടിക്കളിയുടെയും തിരുവാതിര മാഹാത്മ്യത്തെയും കുറിച്ച് ആധ്യാത്മിക പ്രഭാഷകയായ വിനോദിനി അഷ്ടമൂർത്തിയുടെ പ്രഭാഷണം സമയക്കുറവ് കാരണം നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഓരോ ദിവസങ്ങളിലേക്ക് മാറ്റിയത് കാരണം അത് ഇന്നിവിടെ ആഘോഷിക്കുന്നു. നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് കേരളത്തില് ധാരാളം വ്രതങ്ങൾ ഉണ്ട്. പല തരത്തിലുള്ള വ്രതങ്ങൾ എടുക്കാറുണ്ട്. നമ്മൾ അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്കൊരു ധാരണ ഈശ്വരീയ കാര്യങ്ങളിൽ പുണ്യം കിട്ടാനാണ് ഒരു ധാരണയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ അതിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ മനസ്സിന്റെ സന്തുലനവും നിലനിർത്തുക എന്നുള്ളൊരു കാര്യം കൂടി അതിന്റെ പിന്നിലുണ്ട്. ഉദാഹരണത്തിന് ഒരു വ്രതം നമ്മൾ നോക്കുന്ന സമയത്ത് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത്, ഉറങ്ങരുത് എന്ന് പറയും. അതൊക്കെയാണ് തിരുവാതിര മാഹാത്മ്യം വരുമ്പോൾ കാണുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ രാവിലെ നമ്മളൊരു ചിട്ടയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, കുളിക്കുന്നു, അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു. അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പല കാര്യങ്ങളിൽ നമ്മൾക്ക് എല്ലാം കിട്ടാനുണ്ട്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇപ്പോൾ, കാരണം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എന്റെ തിരുവാതിരയെ കുറിച്ച് അധികം നീട്ടിക്കൊണ്ടുപോകാൻ പറയാൻ പറ്റില്ല. കുറച്ച് സമയം കൊണ്ട് കഴിയുന്നതും അതിൽ എത്തിക്കാൻ നോക്കാം. തിരുവാതിര ശ്രീ മഹാദേവന്റെ നക്ഷത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, പിറന്നാളായിട്ടാണ് കണക്കാക്കുന്നത്. ആ പിറന്നാൾ ദിവസം നമ്മൾ ഈശ്വരന്റെ ശ്രീ പാർവതി ആ വ്രതം അനുഷ്ഠിക്കുകയാണ്. തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് എന്ന് മാത്രം. അല്ലെങ്കിലും സ്ത്രീകളുടെ ചില വ്രതത്തിന് അവരെക്കാൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വ്രതം എടുക്കുന്നത്. ഇപ്പൊ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നു, തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് എടുക്കുന്നു. ഒരു അർപ്പണ മനോഭാവം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ മറന്ന് നമ്മൾ മറ്റുള്ളവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഭർത്താവിന്റെ സുഖത്തിന് വേണ്ടിയിട്ട്, സൗകര്യത്തിന് വേണ്ടിയിട്ട്, ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര. അപ്പൊ ഈ തിരുവാതിരയുടെ മാഹാത്മ്യം എന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രാർത്ഥനകൾ. ഈ വർഷം ഞാൻ കാണിച്ചു തരാം പുതിയ തീരുമാനങ്ങൾ. എന്റെ ഭർത്താവിനോട് ഞാൻ ഒരിക്കലും വഴക്കുണ്ടാക്കില്ല. ഈ 1-ാം തീയതി മുതൽ നിങ്ങൾ നോക്കിക്കോളൂ പറഞ്ഞിട്ടുണ്ടാവില്ലേ? എല്ലാ സ്ത്രീകളുടെയും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ആണുങ്ങളെന്ന് വിചാരിച്ചിട്ടുണ്ടാവും 1-ാം തീയതി മുതൽ തൊടില്ല. ഞാൻ തൊടില്ല, ഞാൻ നിർത്തി. 31-ന് ആഘോഷം അത് കഴിഞ്ഞാൽ നിർത്തിയില്ല. ഞാൻ കഴിക്കില്ല. കഴിഞ്ഞ വേറൊരാൾ പറയും ഇല്ല ഞാൻ 2 പെക്കൽ കൂടുതലില്ല, കഴിഞ്ഞു നിർത്തി 2 പെക്കൽ, അതിനപ്പുറത്തേക്ക് ഞാൻ പോവില്ല. തീർച്ചയായും നീ നോക്കിക്കോ. ഇതിന്റെ പേരിൽ ഞാൻ ഈ വഴക്കുണ്ടാക്കിയില്ല. 1-ാം തീയതി മുതൽ എന്റെ കാര്യം തീരുമാനം 10 ദിവസം പോകുന്നുണ്ടോ. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഈ തീരുമാനങ്ങളൊക്കെ 10 ദിവസം കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്റെ പേര് മാറ്റിയിട്ടില്ല. നിങ്ങൾ നടക്കില്ല. പക്ഷേ നമുക്ക് ഈ 1-ാം തീയതിയുടെ വലിയ ഉപകാരമാണ്. ജനുവരി 1-ാം തീയതി നമ്മൾ ഈ തീരുമാനം എടുക്കും. 10 ദിവസം അത് നടത്തി
ഡ്രഗ്സ് കഴിക്കാതിരുന്നു, ഭർത്താവിനടുത്ത് വഴക്കുണ്ടാക്കാതിരുന്നു, കുട്ടികളെ പഠിക്കാതിരുന്നു, പല പല തീരുമാനങ്ങളൊക്കെ എടുത്തു. ഏപ്രിലിൽ വിഷു വരും, പുതിയ തീരുമാനം എടുക്കാൻ നോക്കുള്ളൂ. ഇതേ തീരുമാനം തന്നെ വീണ്ടും 10 ദിവസം. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത വിശേഷം വരും. അപ്പൊ നമുക്ക് എല്ലാ 1-ാം തീയതികളും മലയാളം 1-ാം തീയതി, ഇംഗ്ലീഷ് 1-ാം തീയതി ഒക്കെ വരുമ്പോൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. മാക്സിമം ഇതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുക. ശ്രമിച്ചാൽ എന്തായാലും നടക്കും. എന്ത് കാര്യവും അതെ. എൻ്റെ ഒരു വിശ്വാസവും, എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമാണ് നടക്കുന്നുള്ളത്. എന്താ പറയുക, നമ്മളൊക്കെ ഒരു ദേവിമാരുടെ അനുഗ്രഹമുള്ളവർ, സ്ത്രീകളെല്ലാവരും തദ്ദേശത്തുള്ള ദൈവം. നമ്മുടെ കുട്ടിക്കാലത്ത് ഏത് വീട്ടിൽ താമസിച്ചോ അതിനടുത്തുള്ള അമ്പലത്തിലെ ദേവിയുടെ അനുഗ്രഹം എന്തായാലും ഉണ്ടാവും. ഒരു ദേവിയുടെ അനുഗ്രഹം, ഒരു 3 ദേവിമാര് ചേർന്നതാണ് ഒരു സ്ത്രീ, തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളൊക്കെ എങ്ങനെ ശ്രമിക്കുന്നു അങ്ങനെ ആയിട്ടുണ്ട്. എല്ലാം നമ്മുടെ കൈവരിപ്പം പോലെ തന്നെ എല്ലാവരും ശ്രമിക്കുക. സ്വന്തം കൈ നോക്കി എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, നല്ലതേ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും വീണ്ടും മിസ്റ്റർ വാര്യരോട് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. വാര്യരുടെ ഭാര്യയോട് എൻ്റെ സോറിയും എൻ്റെ നന്ദി കേട്ടോ. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി, പൂർണ്ണ മനസ്സോടുകൂടി, വളരെ തുറന്ന ഒരു സ്പീച്ചായിരുന്നു പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞതിൽ അധികം പ്രസംഗമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ എന്നെ സിനിമയിൽ കണ്ട നന്മയുടെ പ്രതീകമായ അമ്മയായിട്ട് തന്നെ കണ്ടാൽ മതി. ഞാൻ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു വിചാരിച്ചോളൂ. നടന്ന